ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ബിഗിനേഴ്സിന് 5 ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ളതും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതുമായ 5 ടിപ്സാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോയും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ പതിച്ചടിക്കുക എന്ന് പറയുമല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. 2 തുണികൾ ജോയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ എടുക്കുക. എന്നിട്ട് ആ തയ്യൽ തുമ്പ് ഏതെങ്കിലും ഒരു വശത്തേക്ക് വയ്ക്കുക. അതിനുശേഷം തുണിയുടെ നല്ല വശത്തിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ പതിച്ചടിക്കുക എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് തുണി സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഈ പതിച്ചടിക്കുക എന്നത് അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇത് തുണിയുടെ നല്ല വശവും കണ്ടോ, ഇത് തുണിയുടെ ചീത്ത വശവുമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പ് വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തുണി എടുക്കുക, എന്നിട്ട് തുണിയുടെ 2 വശവും ഇതുപോലെ മടക്കി അതിനെ വീണ്ടും മടക്കി കണ്ടോ ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ആ സെൻറ്റർ ഭാഗം കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലൈന് കാണും. ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 വശത്തു നിന്നും ഇതുപോലെ മടക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ മടക്കി കൊടുത്ത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ ഈ ഒരു ഷേപ്പ് കിട്ടും. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നെക്കിലോ അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ വെക്കേണ്ടത് ആ ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ ഈസി മെത്തേഡാണ്. ഈ ഒരു ഷേപ്പ് കിട്ടാൻ ഇനിയൊരു മെത്തേഡും കൂടി ഉണ്ട്. കണ്ടോ, തുണി എടുത്ത് 2 വശവും മടക്കി ഇതുപോലെയായിരിക്കും നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ചെയ്യാതെ ഇതുപോലെ മടക്കിയതിന് ശേഷം ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കെട്ടിട്ടതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുണി ഇതുപോലെ നിവർത്തി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നിവർത്തി കൊടുത്ത് ആ കോൺ ഭാഗം കറക്റ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതും വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് തുണിയുടെ ഏത് ഭാഗത്താണോ വെക്കേണ്ടത് ആ ഭാഗത്ത് വെച്ചിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതും വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മെഷീനിൽ എളുപ്പത്തിൽ നൂല് കോർക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. അപ്പോൾ എങ്ങനെയാണ് കോർക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മുടെ നൂലെല്ലാം വിൽക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. എല്ലാവരും വാങ്ങിച്ച് വെക്കൂ കേട്ടോ. വളരെ ഉപകാരമുള്ളൊരു സാധനമാണ്. സൂചിയുടെ ഹോളിനകത്തുകൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കണ്ടോ ഇതിലൊരു ഹോളുണ്ട്. ആ ഹോളിനകത്തുകൂടെ നൂലിട്ട് കൊടുക്കുക. അതിനുശേഷം പതുക്കെ വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ നൂല് ഈസി ആയിട്ട് തന്നെ സൂചിയിലൂടെ വരുന്നതായിരിക്കും. ഇതൊന്ന് മേടിച്ച് വെക്കൂ കേട്ടോ. വളരെ ഉപകാരമുള്ളൊരു സാധനമാണ്. എല്ലാവരും ഒന്ന് വാങ്ങിച്ച് വെക്കൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നൂല് കോർക്കാൻ പറ്റും. കണ്ടോ, വേഗത്തിൽ തന്നെ നൂല് കോർത്തെടുത്തു. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് 2 തുണികൾ തമ്മിൽ ജോയിൻ ചെയ്താൽ നമ്മൾ ഈ ഒരു ഭാഗം മടക്കി അടിക്കുമ്പോൾ സെൻറ്റർ ഭാഗത്ത് നല്ല കട്ടിയായിരിക്കും. അപ്പോൾ ആ കട്ടി ഇല്ലാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത്. തുണി എടുക്കുക, എന്നിട്ട് ഈ ഒരു ഭാഗത്ത് 2 കട്ടിട്ട് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തുണി നിവർത്തുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ടും അതേപോലെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ടും വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ സെൻറ്റർ ഭാഗം കട്ടി കുറഞ്ഞ് കിട്ടും. വളരെ ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനും പറ്റും കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കൂ.
താങ്ക്